Hope in Jesus presents Moments of Hope. പ്രത്യാശയുടെ നിമിഷങ്ങൾ. ഇത് പ്രത്യാശയേ, യേശു നൽകുന്ന പ്രത്യാശയേ. 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 ഹലോ, പ്രത്യാശയുടെ നിമിഷങ്ങൾ എന്ന TV പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ രോഗത്തിലോ ഭാരത്തിലോ നിരാശയിലോ എന്ത് തരം വേദനയിലാണെങ്കിലും ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, യേശുക്രിസ്തു. ഇന്ന് നിങ്ങൾ വചനം ശ്രദ്ധിക്കുമ്പോൾ, ഞങ്ങളോടൊത്ത് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, യേശു തീർച്ചയായിട്ടും നിങ്ങളെ സൗഖ്യമാക്കും, നിങ്ങളെ വിടുവിക്കും, നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങൾക്ക് നിത്യജീവൻ നൽകും. വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടെയും തുടർന്ന് ശ്രദ്ധിച്ചാലും. ആരിലും ഉന്നതനായവനെ ആരാധിക്കുന്നിതാ നിന്നെ ഞങ്ങൾ ആയുസ്സിൻ നാളുകളെല്ലാം. രോഗികളായിരിക്കും നല്ല വിശ്വാസത്തോടെ പാടിയത്. എന്റെ രോഗക്കിടക്കയിൽ നീ എന്റെ സൗഖ്യപ്രദായകനെ, എന്റെ രോഗസംഹാരകനെ, എന്റെ സർവവും നീ മാത്രമേ. എല്ലാരും പാടിയാട്ടെ. എന്റെ രോഗക്കിടക്കയിൽ നീ എന്റെ സൗഖ്യപ്രദായകനെ, എന്റെ രോഗസംഹാരകനെ, എന്റെ സർവവും നീ മാത്രമേ. ആരാധന എല്ലാവർക്കും പറയാമോ? ആരാധന യേശുവേ, ആരാധന യേശുവേ. Hallelujah. Thank you Jesus. Thank you Jesus. Riba bakana bashikori. Sikori bala bashikori. ആയുസ്സിൻ നാളുകളെല്ലാം. ആരാധന നമ്മുടെ എല്ലാവരും പറഞ്ഞാട്ടെ. ആരാധന യേശുവേ, ആരാധന ആരിലും ഉന്നതനായവനെ ആരാധിക്കുന്നിതാ നിന്നെ ഞങ്ങൾ ആയുസ്സിൻ നാളുകളെല്ലാം. ഹോപ്പ് ഇൻ ജീസസിന്റെ വിവിധ ശുശ്രൂഷയിലൂടെ യേശു ചെയ്ത അത്ഭുത വിടുതലിന്റെ സാക്ഷ്യം ശ്രദ്ധിച്ചാലും. എനിക്ക് വയറിന് താഴെ ഇടത് ഭാഗത്ത് താഴെ സൈഡിൽ ഇങ്ങനെ ഉടക്കി പിടിക്കുന്നത് പോലെയുള്ള വേദന അത് ഒരുപാട് കാലം കൊണ്ടുണ്ടായിരുന്നു. ഒരുപാട് നാളുകൊണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഏകദേശം എൻ്റെ ഒരു 10-16 വയസ്സ് മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 30 വർഷത്തോളമാവും. അതെനിക്ക് ഇപ്പോൾ പൂർണ്ണമായി അത് മാറി. യേശുവേ സ്തോത്രം. യേശുവേ. ഇതേ അത്ഭുതം ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കായി യേശു ചെയ്യും. വിശ്വാസത്തോടെ തുടർന്ന് ശ്രദ്ധിച്ചാലും. Welcome to all my dear viewers in the name of Jesus Christ to this beautiful program called Moments of Hope from the Hope in Jesus Ministries. ഹോപ്പ് ഇൻ ജീസസ് ശുശ്രൂഷയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രത്യാശയുടെ നിമിഷങ്ങൾ എന്ന ഈ TV പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. I hope you are having a great time. നിങ്ങൾ നന്നായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. We were meditating on the Holy Spirit for the last 2 days. കഴിഞ്ഞ 2 ദിവസങ്ങളായി പരിശുദ്ധാത്മാവിനെ കുറിച്ച് നാം ധ്യാനിക്കുകയായിരുന്നു. We were basically studying on the Holy Spirit. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നാം പഠിക്കുകയായിരുന്നു. And we are going to still study more deeply into the Word of God who the Holy Spirit is. ഇന്ന് വീണ്ടും കുറച്ചുകൂടെ ആഴത്തിൽ പരിശുദ്ധാത്മാവ് ആരായിരിക്കുന്നു എന്ന് നാം പഠിക്കുവാൻ പോകുന്നു. On the third message of the Holy Spirit series, പരിശുദ്ധാത്മാവിന്റെ ഈ സീരീസിലെ 3ാമത്തെ പ്രോഗ്രാമിൽ we are going to learn who the Holy Spirit is. പരിശുദ്ധാത്മാവ് ആർ എന്ന് നാം പഠിക്കുവാൻ പോകുന്നു. Is he really the part of Trinity? ത്രിത്വത്തിലെ വാസ്തവമായ ഒരു ഭാഗമാകുന്നുവോ പരിശുദ്ധാത്മാവ്? Is Trinity biblical? ത്രിത്വം വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണ്. And what does the Bible, the word Jesus tell about the Holy Spirit? യേശു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് എന്താണ്? Let's look to the Word of God. നമുക്ക് ദൈവവചനത്തിലേക്ക് നോക്കാം. Number 1, ഒന്നാമത് and most important, ഏറ്റവും പ്രാധാന്യമുള്ളത്, Holy Spirit is a divine person. പരിശുദ്ധാത്മാവ് ഒരു ദിവ്യ വ്യക്തിയാണ്. Last episode we understood that he is not merely a power but he is a person loaded with the power of God. കഴിഞ്ഞ എപ്പിസോഡിൽ
പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ശക്തിയാൽ നിറയപ്പെട്ടൊരു വ്യക്തിയാണെന്ന് നാം And മനസ്സിലാക്കി. today we understand that he is a divine being. ഇന്ന് നാം വീണ്ടും പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു ദിവ്യ വ്യക്തിയാണെന്ന് നമുക്ക് അറിയുവാൻ കഴിയും. How can we conclude that he is a divine being? എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ഒരു ദിവ്യ വ്യക്തിയാണെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നത്? Two things. രണ്ട് കാര്യങ്ങൾ. Number one, ഒന്നാമത്, the attributes of Holy Spirit reveal a divine nature. പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം ഒരു ദിവ്യത്വത്തെ പ്രകടമാക്കുന്നു. Number two, രണ്ട്, the works of the Holy Spirit reveal his divine nature. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ദിവ്യത്വത്തെ കാണിക്കുന്നു. Attributes and works define Holy Spirit as a divine being. പരിശുദ്ധാത്മാവിന്റെ സ്വഭാവവും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനവും പരിശുദ്ധാത്മാവ് ഒരു ദിവ്യ വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. What are the attributes that reveal his divine nature? എന്താണ് പരിശുദ്ധാത്മാവിന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നത്? The attributes of the Holy Spirit reveal that he is not a human being, but he is a divine being. പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം അതൊരു മാനുഷിക വ്യക്തി അല്ല, ദിവ്യത്വമുള്ള വ്യക്തിയാണ് എന്ന് വെളിപ്പെടുത്തുന്നു. Which means the attributes what Holy Spirit possesses as a divine being, a human being cannot possess. പരിശുദ്ധാത്മാവിനുള്ള സ്വഭാവത്തെ നാം നോക്കിയാൽ ആ ദിവ്യ വ്യക്തിയുടെ സ്വഭാവം ഒരു മനുഷ്യന്റെ സ്വഭാവത്തിൽ ഉണ്ടായിരിക്കുകയില്ല. We cannot possess that because we are not divine beings, we are human beings, but the Holy Spirit can possess that because he is divine and he is not a human being. നാം മനുഷ്യരാണ്, മനുഷ്യ വ്യക്തിത്വമാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് ദിവ്യത്വമാണ്. അതുകൊണ്ടാണ് ദിവ്യ സ്വഭാവമുള്ളത്. What are the three attributes that reveal the divine nature of the Holy Spirit? പരിശുദ്ധാത്മാവിന്റെ ദിവ്യത്വത്തെ വെളിപ്പെടുത്തുന്ന മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണ്? Number one, ഒന്നാമത്, he is omnipresent. അവൻ സർവ്വവ്യാപിയാകുന്നു. The Holy Spirit is omnipresent. പരിശുദ്ധാത്മാവ് സർവ്വവ്യാപിയാകുന്നു. Psalms chapter 139 verse 7 to 10. സങ്കീർത്തനം 139 7 മുതൽ 10 വരെ. The Bible says the Holy Spirit God is present everywhere. വേദപുസ്തകം പറയുന്നു പരിശുദ്ധാത്മാവൻ ദൈവം സർവ്വവ്യാപിയാകുന്നു. We as a human being, we cannot be present more than one place. നാം മനുഷ്യരായ നമുക്ക് ഒരു സമയത്ത് ഒരു സ്ഥലത്തല്ലാതെ വേറെ ഒരു സ്ഥലത്തായിരിക്കാൻ It is the കഴിയുകയില്ല. divine character of the Holy Spirit which makes him omnipresent. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ദിവ്യത്വമാണ് പരിശുദ്ധാത്മാവിനെ സർവ്വവ്യാപിയാക്കി തീർക്കുന്നത്. Number two, the Holy Spirit is omniscient. രണ്ട്, പരിശുദ്ധാത്മാവ് സർവജ്ഞാനിയാണ്. Holy Spirit knows everything. പരിശുദ്ധാത്മാവിന് എല്ലാം അറിയാം. 1 Corinthians chapter 2 verse 10 and 11. 1 കൊരിന്ത്യർ 2:10-11. We cannot call ourselves as having a full knowledge of everything because we are human beings. നമുക്ക് സർവജ്ഞാനി എന്ന് പറയുവാൻ കഴിയുകയില്ല. നാം മനുഷ്യരാണ്, നമുക്ക് അല്പമായിട്ടാണ് But Holy അറിയാവുന്നത്. Spirit is an omniscient person, which means he knows everything because he is a divine being. എന്നാൽ പരിശുദ്ധാത്മാവ് സർവജ്ഞാനിയാണ്. എന്തുകൊണ്ടെന്നാൽ ദിവ്യത്വമുള്ളതാണ്. Number three, മൂന്ന്, the Holy Spirit is eternal. പരിശുദ്ധാത്മാവ് നിത്യമായിട്ടുള്ളതാണ്. He was, he is, and he will. അവനുണ്ടായിരുന്നു, ഇന്നുണ്ട്, അവൻ എന്നേക്കും ഉണ്ടായിരിക്കും. He was not created, but he was. പരിശുദ്ധാത്മാവ് സൃഷ്ടിക്കപ്പെട്ടതല്ല, ഉണ്ടായിരുന്നു. That's why the Bible says, I am that I am. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. Hebrews 9:14. എബ്രായർ 9:14. The Bible says he is an eternal spirit. വേദപുസ്തകം പറയുന്നു അവൻ നിത്യമായിട്ടുള്ള ആത്മാവ്. Human beings are not eternal beings. മനുഷ്യര് നിത്യമായിട്ടുള്ളവരല്ല. We have to die one day. നാം ഒരു ദിവസം We മരിക്കേണ്ടവരാണ്. will pass away. നാം ഈ ലോകത്തിൽ നിന്ന് If we മാറ്റപ്പെടും. are saved, നാം രക്ഷിക്കപ്പെട്ടുവെങ്കിൽ our souls will be with Jesus Christ. നമ്മുടെ ദേഹി അല്ലെങ്കിൽ പ്രാണൻ But our യേശുവുമായിട്ടായിരിക്കും. bodies will vanish with the earth. എന്നാൽ നമ്മുടെ ഈ ശരീരം ഈ ഭൂമിയിൽ നഷ്ടമാകും. But the Holy Spirit doesn't happen something like that എന്നാൽ because he's a divine being. എന്നാൽ പരിശുദ്ധാത്മാവിന് അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധാത്മാവ് ദിവ്യമാകുന്നു. He is a divine being because of these three attributes. പരിശുദ്ധാത്മാവ് ദിവ്യമായിരിക്കുന്നത് ഈ മൂന്ന് സവിശേഷതകൾ കൊണ്ടാണ്. Now, second, I told you, the works of the Holy Spirit will reveal his divine nature. രണ്ട്, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ പരിശുദ്ധാത്മാവിന്റെ ദിവ്യത്വത്തെ കാണിക്കും. Four works of the Holy Spirit reveal his divine nature. നാല്, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ പരിശുദ്ധാത്മാവ് ദിവ്യമാണെന്ന് വെളിപ്പെടുത്തും. Number one, ഒന്ന്, Holy Spirit was involved in the creation of the whole world that we see today.
പരിശുദ്ധാത്മാവ് ഈ ലോകത്തിന്റെ മുഴുവൻ സൃഷ്ടിപ്പിലുണ്ടായിരുന്നു. Genesis chapter 1 verse 2. ഉൽപ്പത്തി പുസ്തകം 1:2. Job chapter 33 verse 4. ഇയ്യോബ് 33:4. These two words clearly states that he was the one who created this. ഈ രണ്ട് വചനങ്ങളിലും പരിശുദ്ധാത്മാവാണ് സൃഷ്ടിപ്പിലുണ്ടായിരുന്നത് എന്ന് കാണുവാൻ A കഴിയും. human being cannot create the world. ഒരു മനുഷ്യന് ഈ ഭൂമിയെ ഉണ്ടാക്കുവാൻ കഴിയുകയില്ല. Only a divine being can do that. The Holy Spirit is divine. ഒരു ദിവ്യ വ്യക്തിക്ക് മാത്രമേ സൃഷ്ടിപ്പാൻ കഴിയുകയുള്ളൂ. പരിശുദ്ധാത്മാവ് ദിവ്യമാണ്. Number 2, the Holy Spirit was involved in doing signs, wonders and miracles. രണ്ട്, പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും ഉണ്ടായിരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. Matthew chapter 12 verse 28. മത്തായി 12:28. Romans chapter 15 verse 19. റോമർ 15:19. It clearly states the Holy Spirit was involved in doing the miracles. ഈ അത്ഭുതങ്ങൾ ചെയ്തതിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. No human being can work a miracle. The Holy Spirit is the only one which can do a miracle. ഒരു മനുഷ്യന് അത്ഭുതത്തെ ചെയ്യുവാൻ കഴിയുകയില്ല. പരിശുദ്ധാത്മാവ് ദിവ്യമായതുകൊണ്ടാണ് അത്ഭുതങ്ങളെ ചെയ്യുന്നത്. You and me cannot do a miracle because we are human beings, but the Holy Spirit can do because He is a divine being. നിങ്ങൾക്കും എനിക്കും അത്ഭുതത്തെ ചെയ്യുവാൻ കഴിയുകയില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ദിവ്യമാണ്, അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയും. Number 3. 3, Holy Spirit was involved in the redemption of the whole mankind. പരിശുദ്ധാത്മാവ് മനുഷ്യന്റെ മുഴുവൻ വീണ്ടെടുപ്പില് ഉള്ളതായി നമുക്ക് കാണുവാൻ കഴിയും. Hebrews chapter 9 verse 14. എബ്രായർ 9:14. The Bible says, വേദപുസ്തകം പറയുന്നു, He is the one who was involved in the process of the redemption of sinners like us. പരിശുദ്ധാത്മാവാണ് നമ്മെ പോലെ ഒരു പാപിയായിരുന്ന ഒരു വ്യക്തിയെ രക്ഷിക്കപ്പെടുന്നതിന് കാരണമായി തീരുന്നത്. No human being can redeem you from your sins because all human beings are sinners. ഒരു മനുഷ്യനും നമ്മെ വീണ്ടെടുക്കുവാൻ കഴിയുകയില്ല. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ പാപികളാകുന്നു. But only the Holy Spirit can redeem you from your sin because the Holy Spirit is a divine being. എന്നാൽ പരിശുദ്ധാത്മാവിന് മാത്രമേ നിങ്ങളെ വീണ്ടെടുക്കുവാൻ കഴിയുകയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധാത്മാവ് ദിവ്യമാകുന്നു. 4, മനുഷ്യന്റെ വീണ്ടും ജനനത്തിൽ പരിശുദ്ധാത്മാവിന്റെ പങ്കാളിത്തത്തെ കാണുവാൻ കഴിയും. John chapter 3 verse 5. യോഹന്നാൻ 3:5. Jesus said you have to be born again in Holy Spirit. യേശു പറഞ്ഞു, നിങ്ങൾ ആത്മാവിനാൽ പുതുതായി ജനിക്കണം. Titus 3 verse 4, 5 and 6. തീത്തോസ് 3:4, 5, 6 ഭാഗങ്ങൾ. The Holy Spirit is the one which regenerated us. പരിശുദ്ധാത്മാവാണ് നമ്മെ നവീകരിക്കുന്നത്, പുതുതായി ജനനത്തെ തരുന്നത്. These 4 characters or the works of the Holy Spirit clearly states that the Holy Spirit is not a human being like us, but He is a divine being. ഈ 4 കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനല്ല, ഒരു ദിവ്യത്വമാണ് എന്ന് കാണുവാൻ കഴിയും. Now, ഇപ്പോൾ coming back to the view of Trinity. തൃത്വത്തിലേക്ക് നാം മടങ്ങി വരുമ്പോൾ Many people do not understand what Trinity is. അനേകർക്ക് തൃത്വം എന്താണെന്ന് Many മനസ്സിലാകാതിരിക്കുന്നു. people do not acknowledge what Trinity is അനേകർ തൃത്വത്തെ അംഗീകരിക്കാതിരിക്കുന്നു. because simply the word Trinity is not present in the Bible. എന്തുകൊണ്ടെന്നാൽ തൃത്വം എന്ന വാക്ക് വേദപുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. But the Bible verses support many things which we call that as a Trinity. എന്നാൽ തൃത്വം എന്ന് നാം വിളിക്കുന്നതിനെ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുന്നത് കാണുവാൻ കഴിയും. There are 2 wrong views. People think that God the Father is the only God. 2 തെറ്റിദ്ധാരണകളുണ്ട്. ഒന്ന്, ചിലർ വിശ്വസിക്കുന്നു പിതാവായ ദൈവം മാത്രമാണുള്ളത്. People don't give the value to Jesus. ജനം യേശുവിനെ അംഗീകരിക്കാതിരിക്കുന്നു. The same sector of the people do not give value to the Holy Spirit as well. അതുപോലെയുള്ളവർ പരിശുദ്ധാത്മാവിനെയും അംഗീകരിക്കാറില്ല. The second wrong assumption is രണ്ടാമത്തെ തെറ്റിദ്ധാരണ, Father, Son and Holy Spirit people acknowledge. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവത്തെ അംഗീകരിക്കുന്നു. But people feel they are 3 gods of Christianity. എന്നാൽ അവർ ക്രിസ്ത്യാനികളിലെ 3 ദൈവമാണ് എന്ന് ചിന്തിക്കുന്നു. But the real truth is എന്നാൽ വാസ്തവത്തിലുള്ള സത്യം എന്നത് Father, Son and Holy Spirit. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ They ദൈവം, are 3 personalities. അവർ 3 വ്യക്തിത്വങ്ങളാണ്. But one person, one God. എന്നാൽ ഒരു വ്യക്തി, ഒരു ദൈവം, One God simply. അല്ലെങ്കിൽ ഒരു ദൈവം. The human brain cannot understand Trinity because it is divine. ഒരു മാനുഷിക ബുദ്ധിയില്
തൃത്വത്തെ മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. എന്തുകൊണ്ടെന്നാൽ തൃത്വം ദിവ്യത്വമാണ്. There are many things in the whole world which still human brains are not able to understand. ഈ ലോകത്തിലുള്ള അനേകം കാര്യങ്ങളുണ്ട് ഇപ്പോഴും മനുഷ്യ മനസ്സിന് മനസ്സിലാക്കുവാൻ കഴിയാത്തത്. Being a professional in science degrees, സയൻസ് ഡിഗ്രിയിൽ ഒരു പ്രൊഫഷണൽ എന്ന രീതിയിൽ we study many things as facts plus assumptions. നാം അനേകം കാര്യങ്ങൾ അത് വാസ്തവത്തിലുള്ളതും അല്ല എങ്കിൽ അത് അസംഷനായി നാം പഠിക്കാറുണ്ട്. But Bible is not a thing of assumption. He is real. We cannot understand it now, but once you are in the eternity, Paul says, you will understand what it is. എന്നാൽ വചനത്തിലുള്ളത് അത് സത്യമാണ്. എന്നാൽ അതൊരു അസംഷൻ മാത്രമല്ല. വേദപുസ്തകം വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇന്ന് നാം ഭാഗികമായി അറിയുന്നു, എന്നാൽ നാം നിത്യതയിൽ എത്തുമ്പോൾ അത് അറിയപ്പെടേണ്ടതുപോലെ അറിയും. Let me just try to bring out couple of verses which support the aspect of God, Son and Holy Spirit. They are one but three different persons. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, തൃത്വത്തിലെ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ചില വേദഭാഗം നമുക്ക് നോക്കാം. In Genesis 1:1, the word God used in the Hebrew, the original language, is Elohim. ഉൽപ്പത്തി 1:1 അവിടെ ദൈവം എന്ന വാക്കില് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഏലോഹിം എന്ന വാക്കാണ്. And the word meaning of Elohim, or the word is not a singular word, but the word is a plural word. അവിടെ ആ ഏലോഹിം എന്ന വാക്ക് ഒരു ഏകവചനമായിട്ടല്ല, ഒരു ബഹുവചനമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. Plural is more than one. ബഹുവചനം എന്നാൽ അത് ഒന്നിനേക്കാൾ കൂടുതലുള്ളത്. And in Genesis chapter 1 verse 26, ഉൽപ്പത്തി 1:26 my English Bible says it uses the word us or our. ഇംഗ്ലീഷ് വേദപുസ്തകത്തില് നാം എന്ന ബഹുവചനമായി ഉപയോഗിച്ചിരിക്കുന്നു. ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടേത്. Again it is a plural word. വീണ്ടും അതൊരു ബഹുവചനം എന്ന് കാണുവാൻ കഴിയും. From the creation we need to understand that God the Father, God the Son and God the Holy Spirit is there. അതുകൊണ്ട് സൃഷ്ടിപ്പ് മുതൽ തന്നെ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം ഉണ്ടായിരുന്നു. And in the Old Testament, പഴയ നിയമത്തിൽ Jehovah or Yahweh is used many times to show the plural personalities of God. യഹോവ അല്ലെങ്കിൽ യാവേ എന്ന വാക്ക് ബഹുവചനമായി അനേകം സ്ഥാനങ്ങളിൽ ഉപയോഗിച്ചത് കാണുവാൻ കഴിയും. If you read Isaiah 48:12-16, യെശയ്യാവ് 48:12 മുതൽ 16 വരെയുള്ള വാക്യം വായിച്ചാൽ, Zechariah 2:8-9, സെഖറിയാവ് 2:8-9 the Bible says, വേദപുസ്തകം പറയുന്നു, when Yahweh speaks, യാവേ സംസാരിക്കുമ്പോൾ Yahweh sends him. യാവേ അദ്ദേഹത്തെ അയക്കുന്നു. And the Bible clearly states വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു, that the plural personalities of God the Father is even put in the Old Covenant. പിതാവായി ദൈവത്തിന്റെ ബഹുവചനമായി ഉപയോഗിച്ചിരിക്കുന്നത് പഴയ നിയമത്തിൽ തന്നെ നമുക്ക് കാണാം. And there is only one God. ഒരേ ഒരു ദൈവം. That is why the Bible says, അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, the Lord, the Lord, the Lord. കർത്താവ്, കർത്താവ്, കർത്താവ് എന്ന് പറഞ്ഞിരിക്കുന്നു. Jehovah God the Father was called the Lord. യഹോവ ദൈവത്തെയാണ് കർത്താവ് എന്ന് വിളിച്ചത്. Jesus Christ was called the Lord. യേശു ക്രിസ്തുവിനെ കർത്താവ് എന്ന് വിളിച്ചു. And the Holy Spirit is also called the Lord in the Old New Testament. പരിശുദ്ധാത്മാവിനെയും പുതിയ നിയമത്തിൽ കർത്താവ് എന്ന് വിളിച്ചിരിക്കുന്നു. Which means അതിന്റെ അർത്ഥം they are three persons but one God. 3 വ്യക്തിത്വമുണ്ട് എന്നാൽ ഒരു ദൈവം. Jesus said, യേശു പറഞ്ഞു, if you know me, നിങ്ങൾക്ക് എന്നെ അറിയാമെങ്കിൽ, if you have seen me, നിങ്ങൾ എന്നെ കണ്ടുവെങ്കിൽ, you know the Father. നിങ്ങൾ പിതാവിനെ കണ്ടിരിക്കുന്നു. It is the Holy Spirit. പരിശുദ്ധാത്മാവാണ്. It is my spirit. എന്റെ ആത്മാവാണ്. I send you. അതാണ് നിങ്ങളുടെ മേൽ ഞാൻ So you അയക്കുന്നത്. need to understand that the divine being called Holy Spirit is God himself. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്ന ദിവ്യത്വം ദൈവം തന്നെയാണ് എന്ന് നാം The മനസ്സിലാക്കണം. Bible reveals many things about God. വേദപുസ്തകം ദൈവത്തെക്കുറിച്ച് അനേകം കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. The Bible quotes examples of these three personalities present at the same time. ഒരേ സമയത്ത് ലഭ്യമായിരിക്കുന്ന ഈ 3 വ്യക്തിത്വത്തെയും കുറിച്ച് വേദപുസ്തകം പറയുന്നു. Matthew chapter 3 verse 16-17. മത്തായി 3:16-17 During the baptism of Jesus, യേശുവിന്റെ സ്നാനത്തിന്റെ സമയം God the Father is speaking. പിതാവായ ദൈവം സംസാരിക്കുന്നു. Jesus the Son is getting baptized. പുത്രനായ യേശു സ്നാനമെടുക്കുന്നു. Holy Spirit is coming on to Jesus. പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ Three വരുന്നു. people present in the same venue. 3 പേരും അത് ഒരേ സമയത്ത് അവിടെ ഉണ്ടായിരിക്കുന്നു. John 14:16. യോഹന്നാൻ 14:16 Jesus says, യേശു പറഞ്ഞു, I will pray to my Father. ഞാൻ എന്റെ പിതാവിനോട് പ്രാർത്ഥിക്കും. He will give you another person. പിതാവ് നിങ്ങൾക്ക് മറ്റൊരു കാര്യസ്ഥനെ തരും. He is the Holy Spirit who will be with
with you forever. അവൻ എന്നും നിങ്ങളോടൊപ്പം ഇരിക്കുന്ന പരിശുദ്ധാത്മാവ്. Again John 14:26. വീണ്ടും യോഹന്നാൻ 14:26. But the Holy Spirit, എന്നാൽ പരിശുദ്ധാത്മാവ്, whom my Father will send in my name, എന്റെ പിതാവ് എന്റെ നാമത്തിൽ അയക്കുന്ന പരിശുദ്ധാത്മാവ് will be there with you. നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. Paul makes a distinction in benedictions as well. പൗലോസ് ആശീർവാദം പറയുമ്പോഴും അവിടെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് കാണാം. 2 Corinthians 13:14. 2 കൊരിന്ത്യർ 13:14. Grace of Lord Jesus Christ, കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും the love of God, പിതാവായ ദൈവത്തിന്റെ and the സ്നേഹവും fellowship of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും. 2 John verse 9. 2 യോഹന്നാൻ 9. John refers to Father, Son and Holy Spirit. യോഹന്നാൻ അവിടെ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവത്തെ കുറിച്ച് And പറഞ്ഞിരിക്കുന്നു. most clearly, ഇതിലുപരിയായി വളരെ വ്യക്തമായി Matthew 28:19, മത്തായി 28:19 when Jesus gave the greatest commission of baptism, യേശു അവിടെ സ്നാനത്തെ കുറിച്ചുള്ള ദൗത്യത്തെ കൊടുക്കുമ്പോൾ he said, be baptized in the name of the Father, name of the Son and name of the Holy Spirit. പിതാവായ ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ എന്ന് പറഞ്ഞു. But you see in Acts of the Apostles, എന്നാൽ അപ്പോസ്തല പ്രവൃത്തികളിൽ Paul is baptizing certain group of people in the name of Jesus. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികൾ പൗലോസ് അവിടെ യേശുവിന്റെ നാമത്തിൽ സ്നാനത്തെ കൊടുക്കുന്നത് കാണുവാൻ കഴിയും. Which clearly signifies and states this: അത് വളരെ വ്യക്തമായി കാണിക്കുന്നു, Father plus Son plus Holy Spirit equals Jesus equals God equals Holy Spirit. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, അത് യേശുവാകുന്നു, അത് പരിശുദ്ധാത്മാവാം ദൈവമാകുന്നു. They are one. അത് ഒന്നാകുന്നു. We need to understand this real truth. ഈ സത്യത്തെ നാം മനസ്സിലാക്കണം. People fear God. Oh, Jehovah God. അനേകർ പിതാവായ ദൈവത്തെ ഭയപ്പെടുന്നു. They tremble before God. അവർ യഹോവ ദൈവത്തിന്റെ മുമ്പാകെ വിറയ്ക്കുന്നു. Jesus, they take him as a friend. യേശുവിനെ ഒരു സ്നേഹിതനെ പോലെ And കാണുന്നു. Holy Spirit, they live him as a spirit. പരിശുദ്ധാത്മാവിനെ ഒരു ആത്മാവായി But വിടുന്നു. understand that they are one. എന്നാൽ അത് ഒന്നാണ് എന്ന് We need മനസ്സിലാക്കണം. this Holy Spirit in us. ഈ പരിശുദ്ധാത്മാവിനെ നമ്മിൽ വേണം. 1 Corinthians 1:3. 1 കൊരിന്ത്യർ 1:3. The Father is clearly God. പിതാവ് വളരെ വ്യക്തമായി ദൈവമാണ്. John chapter 1 verse 1 to 3. യോഹന്നാൻ 1:1 മുതൽ 3 വരെ. Colossians 2:9. കൊലോസ്യർ 2:9. Hebrews 1:8 to 12. എബ്രായർ 1:8 മുതൽ 12 വരെ. 1 Timothy 6:14 to 16. 1 തിമോത്തി 6:14 മുതൽ 16 വരെ. These verses clearly states that Jesus is God. ഈ വചനം വളരെ വ്യക്തമായി യേശു ദൈവമെന്ന് കാണിച്ചിരിക്കുന്നു. And the Holy Spirit is God, as we learned on my introduction. നാം ഇൻട്രൊഡക്ഷനിൽ പഠിച്ചതുപോലെ പരിശുദ്ധാത്മാവ് ദൈവമാകുന്നു. Never confuse or never give weightage to Jesus, God and Holy Spirit. They are one and we should have them as a whole in our life. But the only difference is we live in the era of the Holy Spirit. So the more closeness or the more relationship is with the Holy Spirit God. എന്നാൽ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാതിനിധ്യം ഉണ്ട് എന്നല്ല, എല്ലാം തുല്യമാകുന്നു, ഒന്നാകുന്നു. എന്നാൽ നാം പരിശുദ്ധാത്മാവിന്റെ കാലഘട്ടത്തിലാകുന്നു. പരിശുദ്ധാത്മാവും ദൈവമാണ് നമുക്ക് ഈ തൃത്വത്തെ വെളിപ്പെടുത്തി തരുന്നത്. Can we look to the Lord in prayer? നമുക്ക് കർത്താവിന്റെ മുഖത്തേക്ക് പ്രാർത്ഥനയിൽ നോക്കാം. Can you tell the Holy Spirit God, we need you in our lives, because the Holy Spirit is Jesus himself. നമുക്ക് പറയാമോ, പരിശുദ്ധാത്മാവേ അങ്ങന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണം, എന്തുകൊണ്ടെന്നാൽ അങ്ങ് യേശു ആകുന്നു. When the Holy Spirit comes, പരിശുദ്ധാത്മാവ് വരുമ്പോൾ freedom. സ്വാതന്ത്ര്യം. I often use the word freedom as to relate it to healing, deliverance, blessing. Whatever you want in your life is freedom. ഞാൻ എപ്പോഴും സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയാറുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യമായിരിക്കാം, സമാധാനമായിരിക്കാം, വിടുതലായിരിക്കാം, അത് എല്ലാം അതിൽ അടങ്ങിയിരിക്കുന്നു. Can we look to the Lord in prayer? നമുക്ക് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാം. Just cry out and say, Lord, fill me with the Holy Spirit. എല്ലാവരും കരഞ്ഞാട്ടെ, നിലവിളിച്ചാട്ടെ, യേശുവേ എന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണം. Thank you, Jesus. നന്ദി യേശുവേ. Thank you, Lord. നന്ദി Love കർത്താവേ. you, Jesus, as we bless your name today. യേശുവേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. Thank you for teaching us about the Holy Spirit. കർത്താവേ ഇന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞങ്ങൾ പഠിപ്പിച്ചതുകൊണ്ട് Thank you നന്ദി. for telling us that Holy Spirit, God the Father, Jesus, they are one and they are God. പിതാവായ ദൈവം, പുത്രനായ യേശു, പരിശുദ്ധാത്മാവായ ദൈവം, അത് ഒന്നാണ് എന്ന് ഞങ്ങളോട് Right now, പഠിപ്പിച്ചതുകൊണ്ട് as we നന്ദി. pray in the name of Jesus, ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ as ഞങ്ങൾ we ask the പ്രാർത്ഥിക്കുമ്പോൾ, Father in the name of Jesus, പിതാവേ യേശുവിന്റെ നാമത്തിൽ send us your Holy Spirit. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ
പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ Oh, അയക്കണം. send us your comforter. അങ്ങയുടെ ആശ്വാസപ്രദനെ ഞങ്ങളുടെ Send മേൽ us your അയക്കണം. healer. അങ്ങയുടെ സൗഖ്യദായകനെ ഞങ്ങളുടെ Send മേൽ us your അയക്കണം. deliverer. അങ്ങയുടെ വിടുതലിനെ Right ഞങ്ങളുടെ മേൽ now, the അയക്കണം. people watching us through this television program, ഇപ്പോൾ ഈ TV പ്രോഗ്രാമിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന people എല്ലാവരുടെ suffering മേലും, from sickness, രോഗികളായിരിക്കുന്ന എല്ലാവരുടെ മേലും, people suffering from discouragement, എല്ലാം നിരാശയുടെ ആയിരിക്കുന്ന എല്ലാവരും, people needing for a deliverance, വിടുതൽ the ആവശ്യമായിരിക്കുന്നവർ, material and spiritual blessings. ഭൗതികമായും ആത്മീകമായുള്ള എല്ലാ അനുഗ്രഹങ്ങളെ Send ആഗ്രഹിക്കുന്നവർ, your spirit and let there be freedom in the name of Jesus. ഇപ്പോൾ അങ്ങയുടെ ആത്മാവിനെ അയക്കണം. ജീവിതങ്ങളിൽ We break സ്വാതന്ത്ര്യം the powers വരട്ടെ. of darkness by the power of the Holy Spirit. എല്ലാ അന്ധകാരത്തിന്റെ ശക്തികളെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞങ്ങൾ തകർത്ത് Sick കളയുന്നു. people be healed in the name of Jesus. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ യേശുവിന്റെ Holy നാമത്തിൽ. Spirit encourage the discouraged people. പരിശുദ്ധാത്മാവെ നിരാശപ്പെട്ടിരിക്കുന്നവരെ Bless each- ഇപ്പോൾ അനുഗ്രഹിക്കണമേ. Bless each one of us. ഓരോരുത്തരെയും We give അനുഗ്രഹിക്കണം. you all the glory and honor. എല്ലാ മാനമഹത്വം In the അവിടുത്തെ name of Jesus we pray. യേശുവിന്റെ നാമത്തിൽ Amen പ്രാർത്ഥിക്കുന്നു. and amen. ആമേൻ, Amen. ആമേൻ. Holy Spirit is a supernatural being. പരിശുദ്ധാത്മാവ് പ്രകൃത്യാതീതനായ വ്യക്തി. Invite him into your life. നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് സ്വാഗതം You ചെയ്യും. will experience supernatural things in your life. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകൃത്യാതീതമായ കാര്യങ്ങൾ നിങ്ങൾ അനുഭവിപ്പാനിടയായി. God bless you. Have a great ദൈവം fellowship with the Holy Spirit. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു കൂട്ടായ്മയിലായിരിക്കാം. See you tomorrow, same time, same channel, same program to continue on our study on the Holy Spirit. നാളെ വീണ്ടും ഇതേ ചാനലില് ഇതേ സമയത്ത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കുവാൻ വീണ്ടും കടന്നു വരിക. God bless you. ദൈവം നിങ്ങളെ Amen and അനുഗ്രഹിക്കട്ടെ. amen. ആമേൻ, ആമേൻ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് കരുതുന്നു. ഇത് ടെലികാസ്റ്റ് ചെയ്യുവാൻ നിങ്ങൾ സഹായിച്ചു, പ്രാർത്ഥിച്ചു. അത് അനേകർക്ക് ആശ്വാസത്തിനും വിടുതലിനും കാരണമായി തീർന്നു. യേശു അനേകരുടെ കണ്ണുനീർ തുടച്ചു. അതിനെല്ലാം ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നിങ്ങൾക്ക് നന്ദി അറിയിക്കട്ടെ. ഈ ശുശ്രൂഷയെ സാമ്പത്തികമായി സഹായിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങളുടെ തുക മണി ഓർഡറായോ ഡ്രാഫ്റ്റായോ ചെക്കായോ സ്ക്രീനിൽ കാണുന്ന ഈ മേൽവിലാസത്തിൽ അയയ്ക്കുക. സ്വർഗത്തിലെ ദൈവം നിശ്ചയമായും 100 മടങ്ങ് അനുഗ്രഹം തന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. 2011 ഡിസംബർ 16, 17, 18, 19 തീയതികളിൽ ഷാർജ, ദുബായ് എന്നീ സ്ഥലങ്ങളിൽ പാസ്റ്റർ ഡോക്ടർ ബോബി മോസസ് ദൈവവചനം പ്രസംഗിക്കുകയും രോഗികൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഡിസംബർ 17 തീയതി ദുബായ്, ഡിസംബർ 19 തീയതി ഷാർജ വർഷിപ്പ് സെന്റർ ഷാർജ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെട്ടാലും. ഞങ്ങളുടെ വിലാസം ഹോപ്പ് ഇൻ ജീസസ്, കെസ്റ്റൺ റോഡ്, കവടിയാർ PO, തിരുവനന്തപുരം 3, കേരള, സൗത്ത് ഇന്ത്യ. ഫോൺ നമ്പർ 0471231876. പ്രാർത്ഥനാ ആവശ്യങ്ങൾക്കായി 24 മണിക്കൂറും ഞങ്ങളുമായി ബന്ധപ്പെടാവുന്ന നമ്പർ 9446318816. 9446318846. 9446318856. 9446318886.